അപ്പോൾ അങ്ങനെ കുറേ ഹിറ്റ് സോങ്സ് ഡബ്ബിങ് പാടാൻ പോയിട്ടുണ്ട്. അതേമാതിരി കൃഷ്ണ എന്ന് പറഞ്ഞ അല്ലു അർജുൻ്റെ സിനിമയിൽ ചെമ്പനീർ പൂവേ നീ അന്നേതോരു രാവിൽ നീലമഞ്ഞിൽ വിരിഞ്ഞൻ കൺമുന്നിൽ വിഴിച്ചിന്തി അത്ഭുതം അടങ്ങാതന്നു ഞാൻ അങ്ങനെ നിശബ്ദം നിൽക്കവേ എങ്ങു പോയി പ്രകാശം നൽകി നീ നിൽക്കയാണെന്നെ ഓർത്തിന്നു ഞാൻ നിറങ്ങൾക്കാവും. അങ്ങനെ കുറെ ആ സമയത്തുള്ള കുറെ നല്ല പാട്ടുകൾ ഡബിങ് സോങ്സ് പാടാൻ പറ്റും. ഈ ടിപ്പിക്കൽ പാട്ടുകളുടെ കൂട്ടത്തിൽ വരുന്നത് തന്നെയാണ് ഈ എപ്പോഴും ദിലീപേട്ടൻ്റെ സിനിമകളിൽ പാട്ടുണ്ടാവും. അപ്പം കാന്താരി പെണ്ണേ കാന്താരി പെണ്ണേ അതൊരു സിറ്റുവേഷൻ സോങ് ആണ്. അത് എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ ലിപ്പ് ചെയ്ത് പാടിയിട്ടുള്ളതല്ല. അത് ആ ഒരു സിറ്റുവേഷന് വേണ്ടി റീ റെക്കോർഡിങ് പോലെ അങ്ങനത്തെ ഒരു പാട്ട്. അതിങ്ങനെ കാന്താരി പെണ്ണേ അങ്ങനത്തെ ഒരു സ്റ്റൈൽ ത്രോട്ട് ചീത്തോ ഇപ്പൊ അന്നൊക്കെ ആവേശത്തിലൊക്കെ ഇട്ട് പാടുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അത് ശൃംഗാരവേല എന്ന് പറഞ്ഞ സിനിമ ഉണ്ടല്ലേ, ശൃംഗാരവേല, അതിനും അങ്ങനത്തെ ഒരു പാട്ട് സിറ്റുവേഷൻ സോങ്. ശൃംഗാരവേല ശൃംഗാരവേ അങ്ങനെ ഒരു പാട്ടുണ്ട്. ദിലീപേട്ടൻ ലിപ്പ് ചെയ്യാണ്ട് പാടിയിട്ടുള്ള പാട്ടുകളുണ്ട് ദിലീപേട്ടൻ്റെ സിനിമകളിൽ. കാന്താരി പെണ്ണയുണ്ട്, അതേപോലെ ശൃംഗാരവേലുണ്ട്, പിന്നെ രാംലീലയിൽ ഒരു പാട്ടുണ്ട്, ഒരു എലക്ഷൻ സോങ് ഉണ്ടായിരുന്നു, അതും പാടിയിട്ടുണ്ട്. അങ്ങനെ ലിപ്പ് അതായത് അഭിനയിച്ച് പാടാത്ത കുറെ പാട്ടുകൾ അങ്ങനെയുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഈ മാപ്പിളപ്പാട്ട് പാടുമ്പോഴും പക്ഷെ ഒരു വെസ്റ്റേൺ സ്റ്റൈലിന്റെ ഒരു സാധ്യതയെ അപ്സരക്ക് എപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേൾവി അങ്ങനെ ആയതുകൊണ്ടാണ്. കേൾവി അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ എല്ലാ ടൈപ്പ് ഓഫും കേൾക്കും. പ്രത്യേകിച്ച് കുറച്ച് മുമ്പൊക്കെയാണെങ്കിൽ കുറെ കൂടി വെസ്റ്റേൺ സോങ്സ് ഒക്കെ ഞാൻ അന്ന് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോഴത്തെ ഇഷ്ടമല്ല എന്നല്ല, പണ്ട് മൈക്കൽ ജാക്സന്റെ പാട്ടുകളും പിന്നെ അതേപോലെ ആ കാലഘട്ടത്തിലുള്ള കുറെ പാട്ടുകളൊക്കെ ഫോളോ ആയിരുന്നു. ആരൺ സ്മിത്ത്, അങ്ങനെ കുറെ പാട്ടുകാരുണ്ട്, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്, അവരുടെ പാട്ടുകൾ അതൊക്കെ എപ്പോഴും റെഗുലറായിട്ട് ഞാൻ കേൾക്കുമായിരുന്നു. അത് ഈ നമ്മുടെ കേൾവിയിൽ അതൊക്കെ കുറെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏത് ടൈപ്പ് ഓഫ് പാട്ട് പാടുമ്പോൾ നമുക്കൊരു ധാരണ ഉണ്ടാവും. മാപ്പിള പാട്ട് പാടുമ്പോൾ ആ ഒരു കൾച്ചറിൽ നിന്ന് പാടണം, അല്ലാതെയുള്ള പാട്ടുകൾ പാടുമ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ കീപ്പ് ചെയ്തുകൊണ്ട് പാടുന്നുള്ള ഒരു ധാരണ എപ്പോഴും വെച്ചുകൊണ്ടാണ് പാടുന്നത്. പുറത്തുനിന്ന് ഗായകരെ നമ്മൾ വിളിച്ച് പാടുന്നുണ്ടായിരുന്നു. പിന്നെ തന്നെ അതിനുശേഷം പുതുതലമുറയിൽ ഇപ്പോൾ ഹരിശങ്കറോ ഹരിചരണോ ഇപ്പോൾ കാർത്തികിനെ നമ്മൾ അവിടെ നിന്ന് വിളിച്ച് പാടിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള സമയത്തും പക്ഷെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു അഫ്സലിക്ക. അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി വന്നതാണ്. ഇല്ലെങ്കിൽ കിട്ടാത്തൊരവസ്ഥയായിരുന്നു അവിടെ. കാരണം ലെജൻസ് ഭരിച്ചിരുന്ന ഒരു സ്പേസിലാണ് അഫ്സലിക്ക വരുന്നത്. ഇന്ന് കുറച്ചുകൂടെ മാറ്റി. ഇപ്പൊ അഫ്സലിക്ക വന്നപ്പോൾ തന്നെ കുറച്ച് മാറ്റിയല്ലോ. അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്ന സ്ഥലത്താണ് ഇവരൊക്കെ വന്ന് പ്ലേസ്ഡ് ആവുന്നത്. ഇപ്പൊ വോയിസ് കൾച്ചർ മാറി. പണ്ടത്തെ രീതിയിൽ പാടാൻ പറ്റില്ല. ഇപ്പൊ ദാസേട്ടൻ വരുമ്പോൾ ഒരു തരത്തിൽ മാറി. എന്നിട്ട് ഇപ്പോ നിങ്ങൾ മാറ്റി ഇവിടെ വരെ ഇവിടെ എത്തി. പക്ഷെ എവിടെ എത്തുന്നു. പക്ഷെ അപ്പോഴും അഫ്സലിക്കയ്ക്ക് നിൽക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ. ഉണ്ട്. തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. കാരണം അത്തരത്തിലുള്ള പാട്ടുകൾ വരുമ്പോഴും ന്യൂ ജനറേഷന്റെ ഏറ്റവും പുതിയ പാട്ടുകളാണ് ഇപ്പൊ നമുക്ക് കൂടുതൽ റാപ്പ് സോങ്സ് ഒക്കെയാണ് കൂടുതലും സിനിമകളിൽ വരുന്നത്. ഡബ്സിയുടെയും അതേപോലെ വേടന്റെ പാട്ടുകൾ. അപ്പൊ അതൊക്കെ കേൾക്കും. എനിക്ക് ഇഷ്ടമാണ് അതൊക്കെ. നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അതില്. അപ്പൊ ചില പാട്ടുകൾക്ക് അങ്ങനെ അനുകരിച്ച് നോക്കും. ഇപ്പം ബേബി ജീനൊക്കെ പാടുമ്പോൾ കായ് 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 അതൊക്കെ പറ്റും. ഡബ്സിയുടെ പാട്ട് ഞാൻ പാടാറുണ്ട്. ചില സ്റ്റേജിലൊക്കെ ഞാൻ ചില പാട്ടുകളൊക്കെ പാടും. ഡബ്സിയുടെ എന്ന് പറഞ്ഞാൽ ആ വോയിസിന്റെ ഒരു അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ പാടുമ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ, പക്ഷെ ആ ഒരു ആക്സെന്റ് ഒക്കെ നമുക്ക് കൊടുത്ത് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റൈലില് പാടാം. പാട്ട് പാടുന്നു. അന്നൊരു നാളിൽ മിന്നണരാവിൽ കന്നാലിക്കൂട്ടിലൊരുണ്ണി പിറന്നേ, മഞ്ഞൾ പൂക്കൾ പുഞ്ചിരിക്കുമ്പോൾ മണ്ണിൻ്റെ നായകനുണ്ണി പിറന്നേ, വിണ്ണിലോ താരകം മണ്ണിലോ ആരവം, നെഞ്ചിലോ ബാൻഡടിയോ ഓ പരാഗെ പകലിര വഴി കൊള്ളാം. അപ്പൊ അഫ്സലിക്കയ്ക്ക് ഇനി ഭാവിയിൽ ഒരുപാട് പാട്ട് പാടാനുള്ള അവസരമുണ്ട്. ഈ അഫ്സലിക്കയുടെ ടിപ്പിക്കൽ പാട്ടുകളുണ്ടല്ലോ, പഞ്ചായത്തിലെ ആ സാധനം ഇല്ല, അത് ശരിക്കും ഇനി അഫ്സലിക്ക തന്നെയാണ്. വേറൊരാളെ നമ്മൾ ഒരു ഗായകനെ അതിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്നില്ല.
അത് രസമല്ലേ അങ്ങനെ അങ്ങനെ അത് തീർച്ചയായിട്ടും അതാണ് ഞാൻ പറയുന്നത്. ചില പാട്ടുകൾ നമുക്കായിട്ട് തന്നെ കിട്ടിയ പാട്ടുകൾ എന്നുള്ള അങ്ങനെ പാട്ടുകൾ. ഈ പാട്ടുകളൊക്കെ പ്രത്യേകിച്ച് പാട്ടുകൾ മാത്രമല്ല, അത് ആ സിറ്റുവേഷൻ അതിൽ അഭിനയിച്ച് ഇപ്പൊ ദിലീപേട്ടൻ അഭിനയിച്ചുകൊണ്ടും അതിൻ്റെ ഒരു ഇതുണ്ട്, അട്രാക്ഷൻ ഉണ്ട് പുള്ളി. അതിന് ഇപ്പൊ ആ പാട്ടാണെങ്കിലും 2 കൺട്രീസിൽ വെളുത്തൊരു പെണ്ണ്, അതൊക്കെ പുള്ളി അഭിനയിച്ച് അത് ചെയ്തുകൊണ്ടാണ് അതിന്റെ ആ പാട്ടിനൊരു ഇമ്പാക്ട് കിട്ടിയിരിക്കണമെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളും പാടി വെച്ചിട്ടുണ്ട്, അത് ദിലീപേട്ടൻ എങ്ങനെയായിരിക്കും അത് പ്രസന്റ് ചെയ്യണമെന്നുള്ള അഭിനയിക്കുന്നതെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടാവും, നമുക്ക് ഒരു സിംഗറിനൊരു ഇതുണ്ടാവും. അപ്പൊ ഈ പറഞ്ഞ അങ്ങനെ ആ പാട്ടുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. ഞാനും വരട്ടെ അടുമയ്ക്കാൻ കാടിനുള്ളിൽ പോരു പുന്നാരേ മാമ്പു പൂക്കും മാസമല്ലേ ഓടക്കുഴലൂതിക്കൊണ്ടടുത്തിരിക്കാം ഒരു മരച്ചായയിൽ കിടന്നുറങ്ങാം കണ്ണാരം പൊത്താം കിന്നാരം ചൊല്ലാം കുഞ്ഞാടിൻ കൂട്ടത്തിൽ കൂത്താടാം. ഓ, ഇതിനാണ് ശരിക്കും അഫ്സലിക്ക വിളിക്കുന്ന എല്ലാവരും. ഈ കേട്ടോണ്ടല്ലോ ഹൈ റേഞ്ച് ഒറ്റക്ക് കുറെ പാടാൻ ഇപ്പൊ പ്രായമൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് തന്നെ കയറുന്നത് എങ്ങനെയാ അഫ്സലിക്ക? അത് അപ്പൊ തന്നെ കയറണ്ടേ? ചില സമയത്ത് അന്ന് ആരും പാടുന്ന സമയത്ത് റെക്കോർഡിങ്സിന് പാടുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടൂലായിരിക്കും. പിന്നെ അതങ്ങനെ പ്രാക്ടീസ് ചെയ്ത് റെക്കോർഡ് ചെയ്യും. പിന്നെ അത് അതിന്റെ ടെക്നിക്ക് നമുക്ക് കിട്ടും. പിന്നെ ഇപ്പൊ നമുക്ക് അത് ഓക്കെ ആണ്. അത് അല്ല, ആ സെക്കൻഡിൽ തന്നെ കയറണമെങ്കിൽ ചെറിയ അഭ്യാസം പോരാ. ചില പ്രോഗ്രാമിന് കയറൂല, അങ്ങനെ പറ്റും. അതൊക്കെ ഓരോ ശാരീരിക അവസ്ഥകളൊക്കെ പോലെ ഇരിക്കും ചില സമയത്ത്. എങ്കിലും ലൈവില് പെർഫോം ചെയ്യുന്ന ഞാൻ എപ്പോഴും പേടിയോടുകൂടിയാണ് കാണുന്നത്. അപ്പൊ ലൈവില് നിങ്ങൾക്ക് തെറ്റിപ്പോകരുത് എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അപ്പോ ഈ പിഴയ്ക്കാതെ എങ്ങനെയാ അത്രയും കോൺസെൻട്രേഷൻ എങ്ങനെയാ കിട്ടുക? സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ വേറൊരു മീൻസ് എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, എന്റെ കൂടെ ആരൊക്കെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ എനിക്ക് എപ്പോഴും ഉണ്ടാകാറുണ്ട്. കാരണം അങ്ങനെ ഒരു സപ്പോർട്ട് എപ്പോഴും സ്റ്റേജിൽ എനിക്ക് കിട്ടാറുണ്ട്. ഒന്നും മുകളിൽ ഒരാൾ നമുക്കൊരു ഏത് പാട്ട് പാടുമ്പോൾ ഇപ്പോൾ കൈത്തൊടി താളത്തിൻ്റെ ഹമ്മിങ് ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ അതേ അങ്ങോട്ട് വിട്ട് തന്നേക്കണ എത്തിച്ച് തന്നേക്കണമെന്ന് ഞാൻ പറയും. അതങ്ങനെ ചില സമയത്ത് പുള്ളി വിചാരിക്കണം എന്ന് അത് വേണ്ട ഇത്തിരി വെള്ളി അടിച്ചോട്ടെ എന്ന് വിചാരിക്കും. അങ്ങനെ വെള്ളി അടിച്ച ദിവസം അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ നമ്മൾ മാക്സിമം ചിലപ്പോൾ നമ്മൾ ഇന്ന് ശരിയാക്കണം എന്നും പറഞ്ഞ് നമ്മൾ സ്വന്തമായിട്ട് ഇത് എടുത്തു കഴിഞ്ഞാൽ ശരിയാവൂല. അപ്പൊ അതാ ഞാൻ പറയാം, നമ്മുടെ കൂടെ ഒരാളുണ്ടെന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ എല്ലാം ശരിയാവും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നല്. ഈ ചിത്ര ചേച്ചിയും സുജാത ചേച്ചിയും ഒക്കെ കൂടെ പാടിയതാണോ? അവരൊക്കെ അത് അല്ലാതെ റെക്കോർഡ് ചെയ്ത് പോവാ? അല്ലാതെ റെക്കോർഡ് ചെയ്ത് വരില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ചിത്ര ചേച്ചിയുടെ സിനിമയിൽ ഒരു പാട്ട് മാത്രമേ പാടിയിട്ടുള്ളൂ, പാണ്ടിപ്പടയിൽ മേലെ മുകിലിൻ കൂടാരം എന്നുള്ള പാട്ട്. സുജാത ചേച്ചിയുടെ കുറേ പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. ഇപ്പൊ ഹൊസൈന ചേച്ചിയുടെ പാടിയും, പിന്നെ സാഹിറ പിന്നെ പഞ്ചായത്തില്, അങ്ങനെ ചേച്ചിയുടെ കുറച്ച് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്, നല്ല നല്ല പാട്ടുകൾ. അപ്പൊ സാഹിറ ഓർമ്മിപ്പിച്ചപ്പോ ശരിക്കും സാഹിറ പാടിപ്പിക്കേണ്ടതായിരുന്നു. അത് രസമുള്ള പാട്ടാണ്. ഇല്ലെങ്കിൽ അതിന് പകരം നമുക്കൊരു മാപ്പിളപ്പാട്ട് വേറെ ഏതെങ്കിലും ആൽബം സോങ് പാടിയാലോ? ആൽബം സോങ്സ് തീർച്ചയായിട്ടും. ആൽബം സോങ്സ് ഒരു കാലഘട്ടത്തിൽ അങ്ങനെ കുറേ പാട്ടുകൾ എനിക്ക് പാടാനുള്ള ഭാഗ്യമുണ്ട്. ആ സമയത്താണ് സയൻ അൻവർ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടേഴ്സ് അവർ ഒരു നോർമൽ നമ്മുടെ കുറച്ച് പഴയ കാലഘട്ടങ്ങളിലുള്ള മാപ്പിളപ്പാട്ടിൻ്റെ സ്റ്റൈലിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവരൊരു കുറച്ച് മാപ്പിളപ്പാട്ടിൻ്റെ തനിമ വിടാതെ കുറച്ചും കൂടി സൗണ്ടിങ്ങിലൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തി കുറച്ച് അറബിക് ലിറിക്സ് ഒക്കെ ചേർത്ത് അങ്ങനെ ഒരു സയൻ അൻവർ ടീം മ്യൂസിക് കൊണ്ടുവന്നത്. അപ്പം അത് പാടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആനന്ദ കണ്ണീർ ദിനം സ്വപ്നത്തിലാണ്, ആമോഹമെല്ലാം എൻ ഹൃദയത്തിലാണ്, എന്നെന്നും ഞാൻ ഓർക്കും സ്നേഹത്തിൻ കുളിർക്കാറ്റും, ഇനിയെല്ലാം എല്ലാം അറിയുന്നോളല്ലേ.